അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ രാവിലത്തെ കുറച്ച് പണികളാണ് കേട്ടോ വീഡിയോ എടുത്തത്. പിന്നെ മീൻകറി ഉണ്ടാക്കണം, ഇതുപോലെ ഉപ്പേരി തോരനൊക്കെ ഉണ്ടാക്കണതൊക്കെ ഞാൻ കുറേ വീഡിയോയിൽ ഇട്ടതാണ്. അതുകൊണ്ട് അധികമൊന്നും വീഡിയോ എടുത്തില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് എടുത്തെന്ന് മാത്രം. അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന പടവലങ്ങ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി, വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില അതൊക്കെ പാടട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ച പടവലങ്ങ ഉണ്ട് അത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ആവിക്കാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇന്നലെയാണ് ഇട്ടത്. ഇന്നലെ കൂന്തൽ കറി ഉണ്ടാക്കണത് ഇട്ടിരുന്നു. പനിയൊക്കെ ആയിരുന്നു. പനിയെന്ന് പറഞ്ഞാൽ ടോൺസിലിൻ്റെ പെട്ടെന്ന് വരും കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയല്ലേ, അപ്പോൾ രാവിലെ നമ്മൾ നേരത്തെ എണീക്കണതും അതൊന്നും എന്താ പറയുക തണുപ്പല്ലേ, അപ്പോൾ പനിയും ടോൺസിലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. തൊണ്ടക്ക് വോയിസ് എടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുമില്ല. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇന്നലെയൊക്കെ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതെന്ന് മാത്രം. പിന്നെ ഇന്ന് സിനിമോൾക്ക് ലീവാണ്, സ്റ്റഡി ലീവാണ്. അപ്പോൾ കുറേ പഠിക്കും, പിന്നെ കുറേ വന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ടാണ് ലീവുള്ള ദിവസം കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്റ്റഡി ലീവാണല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് ഇതാ കപ്പയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കപ്പയും മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല കൊത്തി നുറുക്കി കഴുകിയതിൻ്റെ ശേഷം കുക്കറിലാണ് ഇട്ടുകൊടുത്തത്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അതിന് മീൻകറിയും വെക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് ഇതിന് ചമ്മന്തിയാണ് ഇഷ്ടം കേട്ടോ. കാന്താരി, ചെറിയ ഉള്ളി, എന്താ പറയുക, കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് നല്ലോണം കുത്തി ചതച്ചൊന്ന് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. ഇതുപോലെ പുഴുങ്ങിയിട്ട് കപ്പൊക്കെ കൂട്ടാനായിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊതുവേ എനിക്ക് കപ്പ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാക്ക ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും ചെയ്യും. അപ്പോൾ ഞാനൊരു ചമ്മന്തിയൊക്കെ അരച്ചിട്ട് ഞാൻ എന്ത് കറി ഉണ്ടാക്കണമെങ്കിലും ഞാൻ ചമ്മന്തി അരക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന മീൻ കറിയാണ്. പിന്നെ ഓൽക്കൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ മീൻ കറിയോ ചിക്കൻ കറിയോ ബീഫോ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. എനിക്ക് ചമ്മന്തി പക്ഷേ എനിക്ക് കാച്ചിൽ പുഴുങ്ങിയാലോ, അതേപോലെ നമ്മളെ ചേമ്പ് പുഴുങ്ങിയാൽ, ചേന, അതേപോലെ തന്നെ കപ്പ, ഇതിനൊക്കെ എനിക്ക് ചമ്മന്തിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതപ്പുറത്ത് വേവട്ടെ. അപ്പോത്തിന് നമുക്ക് മീൻകറി ഉണ്ടാക്കാം. എന്താ വെച്ചാൽ പോണവർക്കൊക്കെ നേരായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയും കൂടെ എടുക്കണോണ്ട് എന്താ പറയുക സാവധാനമാണ് എല്ലാം ആവൽ കേട്ടോ. അപ്പോൾ മീൻകറി ഉണ്ടാക്കിയാൽ നമ്മൾ രാവിലത്തെ ഫുഡിൻ്റെ പണി കഴിഞ്ഞ് 2 പപ്പടം കൂടെ വറക്കൂട്ടാം. പിന്നെ അത് മതി, ഉപ്പേരി മീൻകറിയും 2 പപ്പടും. പിന്നെ എന്താ പറയുക, ഇവിടെ ഞാനും സിനിമോളും മാത്രം മീൻ പൊരിച്ചത്, ചിക്കൻ പൊരിച്ചത് അതൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. ഓൽക്കൊന്നും പറ്റില്ല. എന്താ വെച്ചാൽ ഒക്കെ ഡയറ്റിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഓയിൽ അങ്ങനത്തെ ഒന്നും പറ്റൂല. ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു ഓയിലൊക്കെ ഒഴിക്കുള്ളൂ. എന്താ വെച്ചാൽ ചായ, അതേപോലെ കരിച്ചതും പൊരിച്ചതൊക്കെ ഒഴിവാക്കിയ ആൾക്കാരാണ് മോനും കാക്കി. പിന്നെ എനിക്കോ സിനിമകൾക്കാണ് ഇനി മീൻ വറുക്കണമെങ്കിലോ ചിക്കൻ വറുക്കണമെങ്കിലൊക്കെ കുറച്ചുണ്ടാക്കുള്ളൂ. ഇതാ ഞാൻ എപ്പോഴും വെക്കണ പോലെ തന്നെ കേട്ടോ മീൻ മുളക് ഇട്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉള്ളി മുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ശേഷം മല്ലി, മുളക്, മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ട് മിക്കതിലും മല്ലി ഇടലില്ല ഞാൻ. അപ്പോൾ ഇന്ന് കുറച്ച് കറി ഒന്ന് കുറേ കിട്ടുകൊട്ടെ വിചാരിച്ചിട്ട് കുറച്ച് മല്ലി ഇട്ട്, അതിൻ്റെ ശേഷം ആവശ്യത്തിന് തക്കാളി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലൊന്ന് വെന്ത് വന്നതിൻ്റെ ശേഷം കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മീൻ ഇട്ട് കൊടുക്കുക. അതന്നെ കേട്ടോ. തേങ്ങ അരക്കണില്ല. എന്താ വെച്ചാൽ ഈ കപ്പക്ക് തേങ്ങ അരച്ചാൽ ഒരു എന്താ പറയുക ഒരു രസം ഉണ്ടാവില്ല. നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ട് ഉപ്പും പുളിയും എരിവൊക്കെ പാകം ഉണ്ടാകുന്ന നോക്കിയിട്ട് മീൻ ഇട്ട് കൊടുക്കുക. ഇവിടെ കുറച്ച് നന്നായിട്ട് എരിവ് വേണം കേട്ടോ. എരിവും പുളി വല്ലാണ്ട് പറ്റില്ല, പക്ഷേ എരിവൊക്കെ കുറച്ച് നന്നായിട്ട് വേണം. അപ്പോൾ കപ്പ നല്ലോണം വെന്തിക്കണം. നല്ല കപ്പയായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക ഒരു ഇളം മധുരമൊക്കെ ഉള്ള നല്ല വെന്തുടയുന്ന കപ്പ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കപ്പയും റെഡിയായി, മീൻകറി റെഡിയായി. ഇനി 2 പപ്പടം കൂടെ വറുത്താൽ ഉച്ചത്തേക്ക് അത് മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലൊന്ന് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കപ്പ ഇഷ്ടമല്ലല്ലോ. പിന്നെ നല്ല ഇഷ്ടം ചിക്കനും കപ്പയല്ല ഇഷ്ടം. കപ്പ മീൻകറിയും ഇഷ്ടം. ഉള്ളി ചമ്മന്തി കൂടി വേണേനൂല്ലേ? ഉണ്ടാക്കാൻ മുറിച്ച്
സിനു അവൾക്ക് ഇലയിലിരുന്ന ഇഷ്ടം. താങ്ക് യു. രാവിലെ നീച്ച് ഉമ്മ വെച്ചുണ്ടാക്കി തരിക, മോള് തിന്നുക. സുഖം ഉണ്ടാവൂടി, സുഖം ഉണ്ടാവും എനിക്ക്.